നമസ്കാരമുണ്ട് ഫ്രണ്ട്സ്. സുധാ മഴമേഘത്തിൻ്റെ വീട്ടിലെ പ്ലാവിൽ കാച്ച ആദ്യത്തെ ബടാ ചക്ക മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്, കയ്യിൽ തേച്ചിട്ട് മുറിക്കാനായിട്ട്. പശ വരാതിരിക്കാൻ വലിയ 2 കത്തി, ഒന്ന് ചൈനീസ് വെട്ടുകത്തി, ഒന്ന് ചെറിയ കത്തി, ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മുറിച്ച് തുടങ്ങിയാലോ. ചക്ക വെട്ടുന്ന കാഴ്ചകൾ നമുക്കായിട്ട് പകർത്താൻ പോകുന്നത് വിജയൻ മഴമേഘമാണ്. അച്ഛാ റെഡിയല്ലേ? അപ്പോൾ തുടങ്ങാം അല്ലേ? റെഡി, 1 2 3. നോക്കാം. ഇത് ഒരുപാട് പഴുത്തിട്ടൊന്നും ഇല്ല. അഥവാ ഒരുപാട് പഴുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് വറ്റലുണ്ടാക്കാം. ചക്ക വറ്റൽ ഇല്ല ചാ. ചുളയുണ്ടല്ലോ, വലിയ വലിയ ചുളതാ. നല്ല വലിപ്പം മൂത്തിട്ടില്ല അല്ലേ? മൂത്തിട്ടില്ല. പക്ഷെ ചിപ്സ് ഉണ്ടാക്കാനാണ് ഇത് കറക്റ്റ് ആണല്ലോ. പഴുക്കണ്ടല്ലോ ചാ. എൻ്റെ അമ്മേ, സൂപ്പർ. ഇത് പഴുത്ത എങ്ങനെ ഉണ്ടാവും? നല്ല ദശക്കെട്ടി ഉണ്ടല്ലോ. ഇതുണ്ടല്ലേ, ഇത് പകുതിയാണ് കേട്ടോ. പകുതി ഇതിൽ പെട്ടു, എന്നാലും കൊള്ളാം. അപ്പോൾ എന്തായാലും ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ പറ്റിയ ചക്കയാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഒന്ന് മുറിച്ചെടുക്കാം. വലിയ ചോള കണ്ടാൽ തന്നെ അതിശയം തോന്നുന്നത്. നല്ല ഇത് പച്ചയായതുകൊണ്ട് ഈ വെള്ള കളറ്, പഴുത്തതാണെങ്കിൽ നല്ല മഞ്ഞ കളറിൽ വരുമായിരുന്നു. അങ്ങനെ അത് വിജയകരമായി നമ്മുടെ ചക്ക ചുള പറിക്കൽ തുടങ്ങിയിരിക്കുന്നു. കിടിലൻ ചക്ക. അതിൽ 3-4 ഉണ്ടല്ലോ. ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ കൊടുത്തു, പ്രതീക്ഷിച്ചതിന് അപ്പുറം. നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചത് ഇങ്ങനെ ഒരു 1, 2, 3 എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ധാരാളം കിട്ടി. അപ്പോൾ ഫ്രണ്ട്സ്, മൊത്തം വലിയ സാഹസികതയൊക്കെ കഴിഞ്ഞു. ഇത്രയും ചക്കൻ്റെ വേസ്റ്റ് അവസാനം കിട്ടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിധി പോലെയാണ്. നമുക്ക് എത്ര നോക്കി സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഓരോ ചുളയും നമുക്ക് നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ചക്ക വറ്റലുണ്ടാക്കാം. ഓക്കെ, നോക്കിയേ. അപ്പോൾ നമുക്ക് ചക്ക മുറിച്ച് തുടങ്ങാം. ചക്ക എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് വറുത്തെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചക്ക വറുത്തെടുക്കാം. ക്രിസ്പി ആയിട്ടുണ്ട്, ആവുന്നുണ്ട്, നന്നായിട്ട് ഫ്രൈ ആവുന്നുണ്ട്. സൂപ്പർ മൊരുമൊരാന്നാവുന്നുണ്ട്. അതെ അതെ.
ആവശ്യത്തിനുള്ള ഉപ്പ് ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ചക്ക ചിപ്സ് റെഡിയായി. സിമ്പിൾ ചക്ക ചിപ്സ്.